ശ്രീ അരുൺകുമാർ, ഇത് എങ്ങനെയാണ് ഒരു കോടതി നിർദ്ദേശപ്രകാരമാണോ അതോ ഇനി ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിൽ ഇത് ഒത്തുതീർക്കുകയായിരുന്നു? ഇത് എങ്ങനെയാണിത് ഇന്നലത്തെ ഖേദപ്രകടനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ഇത് ഈ കംപ്ലൈന്റ് കൊടുത്തത് ശ്രീമതി ടീച്ചറാണ് കണ്ണൂരിലെ JFCM കോടതിയിൽ. ആ കോടതിയുടെ സ്വാഭാവികമായിട്ട് നടക്കുന്ന മീഡിയേഷനിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞ് തയ്യാറാവുകയും പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ടീച്ചർ പറഞ്ഞു. അതിനുശേഷം മാതൃഭൂമിയുടെ തന്നെ, ഞാൻ മനസ്സിലാക്കുന്നത് മാതൃഭൂമിയുടെ തന്നെ മറ്റേതോ വിഷയത്തിലുള്ള ചർച്ചയിൽ എനിക്കിങ്ങനെ ശ്രീമതി ടീച്ചറുടെ ഒരു കാര്യത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇല്ലാത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ മാപ്പ് പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് ക്ലെയിം ചെയ്തു. അപ്പൊ ടീച്ചർ പറഞ്ഞു പൊതുസമൂഹത്തിനാണ് മാപ്പ് പറയേണ്ടത്, ചാനലിലൂടെ ജനങ്ങളുടെ മുന്നിൽ തന്നെയാണ് എന്നെ അപമാനിച്ചത്, അതേ രൂപത്തിൽ തന്നെ മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അത് പെൻഡിങ് നിൽക്കുമ്പോൾ ഈ ബി ഗോപാലകൃഷ്ണൻ തന്നെയാണ് ഹൈക്കോടതിയിൽ ഒരു ക്രിമിനൽ MC ഫയൽ ചെയ്തത്. ആ ക്രിമിനൽ MC അവസാന ഡേറ്റ് വാദത്തിന് വന്നപ്പോൾ ബി ഗോപാലകൃഷ്ണന്റെ അഭിഭാഷകൻ പറഞ്ഞു എന്റെ കക്ഷി വീണ്ടും മാപ്പ് പറയാൻ തയ്യാറാണെന്ന് കോടതി പറഞ്ഞു. അപ്പൊ കോടതി രണ്ട് കൂട്ടരോടും, ബി ഗോപാലകൃഷ്ണനോടും അതുപോലെ തന്നെ ശ്രീമതി ടീച്ചറോടും കോടതിയിൽ ഇന്നലെ ഹാജരാവാൻ പറഞ്ഞു. രണ്ടുപേരും ഹാജരായപ്പോൾ ഇത്തരത്തിൽ കക്ഷികൾ ഹാജരാകുന്ന കേസ് മീഡിയേഷന് വിട്ടു. ആ മീഡിയേറ്റർ ഒരു ജില്ലാ ജഡ്ജായിരുന്നു. ആ ജില്ലാ ജഡ്ജിന്റെ മുമ്പിൽ നടന്ന മീഡിയേഷനിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അവിടെ വെച്ച് തന്നെ ടീച്ചറോട് മാപ്പ് പറയാൻ തയ്യാറായി. അപ്പൊ ടീച്ചർ പറഞ്ഞു എന്നോടല്ല പറയേണ്ടത്, ഇത് പൊതുസമൂഹത്തോട് പറയണം, അങ്ങനെ പറഞ്ഞാൽ മാത്രമേ എനിക്ക് ഈ കേസ് കോംപ്രമൈസിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ, അത്രയധികം ഡാമേജ് എനിക്ക് ഉണ്ടാക്കിയ കേസാണെന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ അതിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ മീഡിയേറ്റർ ആയിട്ടുള്ള റിട്ടയർഡ് ജില്ലാ ജഡ്ജി പറഞ്ഞു എന്നാൽ നിങ്ങൾ പോയി പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞിട്ട് തിരിച്ചു വരൂ എന്ന് പറഞ്ഞു. നേരെ ഹൈക്കോടതിയുടെ മെയിൻ ഗേറ്റിംഗ് വന്നു. അവിടെ ഒരുവിധം എല്ലാ മാധ്യമപ്രവർത്തകരുണ്ടായി. ഒരു 6 മിനിറ്റ് എടുത്ത് അദ്ദേഹം ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് തന്നെ ഇതിൽ ഖേദം രേഖപ്പെടുത്തി. അതിന് ടീച്ചറും സംസാരിച്ചു. അതിനുശേഷം രണ്ടുപേരും മീഡിയേഷൻ സെന്ററിലേക്ക് തിരിച്ചു വന്ന് അവിടെ ഒരു എഗ്രിമെന്റ് എഴുതി. ആ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മീഡിയേഷൻ ആക്ട് പ്രകാരം തയ്യാറാക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ്. അത് വീണ്ടും ഇനി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ മുമ്പിൽ വരും. അവിടെ വെച്ചിട്ടാണ് ഈ കേസ് അന്തിമ തീരുമാനമാകുക. കേസ് ഇപ്പോഴും പെൻഡിംഗ് ആണ്. അത് സ്വമേധയാ അൺകണ്ടീഷണൽ ആയിട്ട് ശ്രീ ഗോപാലകൃഷ്ണൻ മാപ്പ് പറയുകയാണ് ഇന്നലെ ചെയ്തത്. അത് മീഡിയേഷൻ നടത്തിയ ജില്ലാ ജഡ്ജിയുടെ മുമ്പിൽ നടത്തി. അതോടൊപ്പം തന്നെ ചാനലുകളുടെ മുന്നിൽ വന്ന് ജനങ്ങൾക്ക് മുന്നിൽ നടത്തി. ഇന്ന് രാവിലെ അദ്ദേഹം അതിൽ നിന്ന് മാറ്റി പറയുന്നത് അല്പത്തരം എന്ന് മാത്രമേ പറയാനുള്ളൂ. പൊതുപ്രവർത്തകരായാലും ഏത് ഫീൽഡിലുള്ള അരുൺകുമാർ ഇപ്പോ ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് ഇത് അദ്ദേഹത്തിന്റെ ഔദാര്യമാണ് എന്നാണ്. അത് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഈ കേസിന്റെ വിചാരണയുമായിട്ട് ഇനി കണ്ണൂർ കോടതിയിൽ പോയി കാത്തുനിന്ന് ട്രയൽ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും പിന്നെ ഇത് സബ്സ്റ്റാന്റിയേറ്റ് ചെയ്യാൻ ഒരു രേഖയും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ